Here is a meeting of two stalwarts who saw their seminal work as a service to their fellow human beings. He gave him a standing ovation. I request all of you to give him a standing ovation. കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം ആര്യവൈദ്യശാലയ്ക്കുണ്ടായ അഭിവൃദ്ധിക്ക് നേതൃത്വം നൽകിയത് PK വാര്യർ സാറാണ്. ആഗോളതലത്തിൽ ആയുർവേദത്തിന് ലഭിച്ച അംഗീകാരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട്. ആസൂത്രണത്തിലുള്ള കഴിവും വ്യക്തിജീവിതത്തിലെ തെളിമയും ആർജവവുമാണ് ഡോക്ടർ PK വാര്യരുടെ വിജയത്തിന് കാരണം. എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹാദരങ്ങളും അംഗീകാരവും അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് പെരുമാറ്റത്തിലെ വിനയവും ലാളിത്യവും ഹൃദയ നൈർമല്യവുമാണ്. ആരോഗ്യരംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ PK വാര്യർ സാറെ സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷനും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഷീഖൻ അൻസാരി അവാർഡ് ദയാവർ അതിനെപ്പറ്റിയിട്ടെല്ലാം വളരെ വിസ്തരിച്ചോടെ സംസാരിക്കുന്നുണ്ടായി. അവരിൽ നിന്ന് ഒരു അവാർഡ് സ്വീകരിക്കുക എന്നത് വളരെ അഭിമാനപൂർവ്വം ഇതിന് എന്നെ തെരഞ്ഞെടുത്തിരുന്നതിൻ്റെ ഭാരവാഹികളിലേക്ക് ഞാൻ ജോലിയെടുക്കുന്ന ആരോഗ്യശാലയും കൃതജ്ഞരാണ്. എന്തിനാണ് ഞാൻ ആരോഗ്യശാലയെ പറഞ്ഞതെന്ന് വെച്ചാൽ, ആയുർവേദശാലയാണ് ഈ പുരസ്കാരത്തിന് എന്നെ യോഗ്യരാക്കിയത്. ആയുർവേദശാല ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പുരസ്കാരം എനിക്ക് കിട്ടില്ല, ഈ അംഗീകാരം കിട്ടില്ല. ആയുർവേദശാല അത് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മാവൻ തുടങ്ങി മുതൽ തിരിഞ്ഞു വരും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ട്രസ്റ്റാക്കിയിരിക്കുകയാണ്. ആ ട്രസ്റ്റ് എന്നെന്ന് നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൈമാറിയത്. അദ്ദേഹം ഒരു പാഠശാല ഉണ്ടാക്കി അതിന് വലിയൊരു കോളേജായി വളർത്തിയിട്ടുണ്ട്. ആയുർവേദ ചികിത്സാശാല ഉണ്ടാക്കി, ധർമാസ്പത്രി, അത് വളരെ വളർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം വളർന്ന് വരുന്നത് അനവധി ആളുകളുടെ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആയുർവേദശാലയെ പറയാൻ കാരണം. ഈ ആയുർവേദശാലയുടെ പ്രവർത്തനമാണ് എന്നെ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആയുർവേദശാലയ്ക്കും എനിക്ക് കൂടിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം, എനിക്ക് മാത്രമുള്ളതാണ്. ആയുർവേദത്തിന് അത് സയൻറ്റിഫിക് അല്ല എന്നുള്ളതില്ല, അത് ശാസ്ത്രമാണ്. പക്ഷെ ആ സയൻറ്റിഫിക് അല്ലാതൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അത് തീർത്തിട്ടുണ്ട്. ഡോക്ടർ വലിയത്താൻ്റെയും മറ്റും അതിക്രസിച്ചിട്ടുണ്ട്. രസസിന്ധൂറും അതുപോലെ തന്നെ ഒരു ജവനപ്രാശം ഒരു ലേഖവും രണ്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള അനാലിസിസ് ഇത് രണ്ടിനും യാതൊരു പ്രതികരണവുമില്ല എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈയിടെ 3 യൂണിവേഴ്സിറ്റി കൂടിയിട്ട് പൂന, ഹൈദരാബാദ്, ബാംഗ്ലൂർ നമ്മളിൽ കാണുന്ന ജീൻസിൽ ത്രിദോഷങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പഞ്ചഭൂതമായിട്ടുള്ള ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം അത് ശരിയാണെന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് ശാസ്ത്രം തന്നെയാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളെ യാതൊരു പ്രതികരണവും ഇല്ലാതെ കിട്ടുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ വളർച്ച ഞാൻ കാണുന്നു. ആയുർവേദത്തിൻ്റെ വളർച്ചയാണ് നാളെ കാണുന്നത്. അതിൻ്റെ പല അംഗങ്ങളുണ്ട്. ആ പല അംഗങ്ങളും ഈ സ്ഥാപനത്തിൽ, അതായത് ഇവിടെ ഒരു ആയുർവേദ മറ്റേ ചികിത്സാശാലയുണ്ട്, ധർമാസ്പത്രിയുണ്ട്, കോളേജുണ്ട്. അതിന് പുറമെ ലാബറട്ടറീസും. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടി തണലിൽ ഈ ആയുർവേദത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വളർച്ച പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ഇതുവരെ കൂടി പ്രവർത്തിച്ചിരുന്ന നമ്മളെല്ലാവരും കൂടി തന്നെയും
ഇതിനെ ഒരു വലിയ സ്ഥാപനമായിട്ട്, കുറേ കൂടി വലിയ സ്ഥാപനമായിട്ട്, ഒരു നാഷണൽ ഓർഗനൈസേഷനായിട്ട് വളർത്തിവരുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടാവണം, പ്രവൃത്തി ഉണ്ടാവണമെന്ന് പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഈ സയൻസിനെ, ആയുർവേദത്തെ ലോകത്തിൻ്റെ മുന്നിൽ നല്ലൊരു സ്ഥാപനമാക്കി കാണിക്കാൻ വേണ്ടി ആയുർവേദശാലയ്ക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെയും ആയുർവേദശാലയും ഈ പുരസ്കാരം വാങ്ങുവാൻ സാധിച്ചതിൻ്റെ ഭാരവാഹിയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നുണ്ട്. Thank you, sir. And we promise that we are all with you for taking Ayurveda to soar greater heights. Mr. Abdul Aziz Al Ansari is a prominent Qatari bureaucrat and statesman who has been associated with Kerala through Deyapuram. He acknowledges, values and remembers Deyapuram through distant prayers and support and hearty occasional but intense visits. It is an honor to have Abdul Aziz Ansari to be the chief guest of this function. May I request you, sir, to speak a few words. Respected PK respected guests, all the audience. First of all, to start with, I would like to really express all my great gratitude on behalf of the Al Ansari family, for Dr. Warrior and Sinayar for accepting this humble award, because this is actually an expression to how we believe on the relation and to really draw a very successful, remarkable example of an Indian scholar in front of all our children in Deyapuram, how successful life could be if it shows a dedication and honesty and closeness and cooperation with each other. So, first of all, I would like to express great respect for you gentlemen and for all the people who worked on the award, to Bashir, CT and all the committee who really strive to work and make the selection right. And definitely they were very much successful in selecting this scholar. Of course, CT Abdurrahman, we consider him, he is the 8th brother among my family. He is being with father and he has carried his name more than some of us, because he has actually now worked with him. I think the weakest point anybody or any person could go through when he is getting sick. So for my father to select Siti Abdurrahman to come with him in this condition, that brought them very closely. So he was always among us, looked at in very special view and very special focus. That definitely we learned it from our late father, to carry it along and continue to deal with Mr. Siti Abdurrahim when how my father used to deal with him. And I think the first foundation stone done for Deyapuram, it was around the walls of Kutakil hospital here. Actually, this what brought two persons together to have a very great mission to be accomplished and a very clear vision for this society. And definitely by the blessing of God, this mission has been accomplished. So that's what makes us exactly come back to the people here in Kutakil to really be granted together, Deyapuram and Kutakil, to really see the success of that first session being committed and conducted on the old rooms of this hospital when it used to be only 2 lines of rooms. So I would like to really give my
great gratitude for all the people who participated and all the dignity who has been awarded and all the people who worked towards this celebration, and thank you very much for that. Now, as a token of love, gratitude and respect, our chief guest, Mr. Abdul Aziz Ansari, is handing over mementos to the two maestros, Mr. M.T. Vasudevan Nair and Padma Bhushan Dr. P.K. Warrior. May I invite Dr. P.K. Warrior, sir, to receive the memento and to give. I invite Abdul Aziz Al Ansari, sir. Thank you, sir. With due respect, let me call upon MT sir to receive the memento and to give it. May I invite our chief guest, Abdul Aziz Al Ansari. നമ്മെ വിസ്മയം കൊള്ളിക്കുന്ന സമവാക്യങ്ങളും വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ആയുർവേദ കേരളം എന്നതിന് ഒരു സമവാക്യം കോട്ടക്കൽ ആയുർവേദ കേന്ദ്രങ്ങൾ എന്നാണ്. കോട്ടക്കൽ ആയുർവേദ സമുച്ചയം എന്ന വാക്കിന് മറ്റൊരു പേരാണ് ഡോക്ടർ P.K. വാരിയർ. അങ്ങനെ വരുമ്പോൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെയും ആര്യവൈദ്യ കെട്ടിട സമുച്ചയത്തിൻ്റെയും മേൽവിലാസം എന്ന് ഡോക്ടർ P.K. വാരിയരെ വിശേഷിപ്പിക്കാം. ഡോക്ടർ P.K. വാരിയർക്ക് ദയാപുരത്തിൻ്റെ നന്ദി. മലയാള സാഹിത്യത്തിന് 7 അക്ഷരമുണ്ട്. സാംസ്കാരിക കേരളത്തിനും 7 അക്ഷരമാണുള്ളത്. മലയാള സാഹിത്യം അല്ലെങ്കിൽ സാംസ്കാരിക കേരളം എന്ന 7 അക്ഷരത്തിന് പകരം നിർത്താൻ മറ്റൊരു സമവാക്യമുണ്ട്. അതിന് 2 അക്ഷരമേ ഉള്ളൂ. MT. മഹാനായ MT. പിതാവിൻ്റെ പാത പിന്തുടർന്ന് ദയാവരത്തെത്തുക, അതേ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുക, അത് സംഭവിക്കുക എന്നത് അപൂർവമായി സംഭവിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യത്തിൻ്റെ ഉടമയാണ് ഷെയ്ഖ് അസീസ് അൻസാരി. ഷെയ്ഖ് അസീസ് അൻസാരിക്ക് നേരത്തെ പറഞ്ഞ സമവാക്യം വീണ്ടും ഉണ്ടാകുന്നു. അഗതികളായ, അശരണരായ, അനാഥകളായ കുട്ടികൾക്ക് അവരേത് ജാതിയിൽപ്പെട്ടാലും മതത്തിൽപ്പെട്ടാലും അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന വലിയ വാചകത്തിന് ഒരൊറ്റ സമവാക്യം ദയാവരം. ആ സമവാക്യത്തിന് വെറും 2 അക്ഷരമുള്ള മറ്റൊരു സമവാക്യം CT. MMD എന്ന പേരിൽ ദയാപുരത്ത് വിളിക്കപ്പെടുന്ന, വിശേഷിപ്പിക്കുന്ന, അറിയപ്പെടുന്ന ദയാപുരത്ത് സുൽത്താൻ, ദയാപുരത്തിൻ്റെ അംബാസഡർ, അത് മറ്റൊരു സമവാക്യം ഡോക്ടർ M.M. ബഷീർ എന്ന ദയാപുരത്തിൻ്റെ അനൗചിത്യമെന്ന് പറയുന്നതിൽ ഈ ചടങ്ങിൻ്റെ പറയണം. ഈ വേദിയും ഈ ധന്യമുഹൂർത്തവും നമുക്ക് നൽകിയ, ഈ പുഷ്കളമായ സായാഹ്നം നമുക്ക് നൽകിയ, ഈ ഹാൾ നമുക്ക് നൽകിയ ആയുർവേദത്തിൻ്റെ തലസ്ഥാനമായ കോട്ടക്കലിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി.